Praise the Lord. Praise the Lord. Praise the Lord. ഇന്ന് സ്പീച്ചിൻ്റെ സമയം അരമണിക്കൂറായിരുന്ന പറഞ്ഞു വിട്ടിരിക്കണം അച്ഛൻ. ഇന്ന് 3 മണിക്ക് എല്ലാം കൂടി ഇവിടെ ശുശ്രൂഷ എല്ലാം തീരും. അപ്പോൾ അതുപോലെ കൗൺസിലിങ്ങിന് ഇതുവരെ കൗൺസിലിംഗ് ചെയ്യാത്തവർ എന്നെ കുറച്ച് പേര് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിത് കഴിഞ്ഞ ഉടനെ എൻ്റെ ആ മുറിയുടെ പുറയിൽ വന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പലവരും എനിക്ക് ഈ സ്പീച്ച് കിട്ടണത് തന്നെ ഇവിടെ സംസാരിക്കുന്ന കാര്യം തന്നെ പലവരും പല ചോദ്യം കൗൺസിലിങ്ങിന് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് കൗൺസിലൊന്നും അറിയില്ല. ഇതൊക്കെ അമ്മ മാതാവ് വളർത്തിയ അച്ഛൻ വഴി ഇങ്ങനെ വളർത്തിയതാണ്. അപ്പോൾ വലിയ രസമാണ് ഈ അമ്മയുടെ കൂടെ നടന്നു പോകാമെന്ന് പറഞ്ഞാൽ വലിയ രസമാണ്. അവസാനം വരെ അങ്ങനെ നിൽക്കണം അമ്മയുടെ കൂടെ. ഇത് നമ്മളൊക്കെ നമ്മുടെ ജീവിത പ്രശ്നം വരുമ്പോഴത്തേക്കും കണ്ണ് മാറിപ്പോവും. ദൈവത്തിൻ്റെ കൂടെ കുറച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ദൈവത്തിലിരുന്ന് കണ്ണ് മാറ്റി പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാകുക. അത് മനസ്സിലാക്കണം. ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കണം. എനിക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് എൻ്റെ ജീവിതം ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഹൈന്ദവനായിരുന്നു. അതുകൊണ്ട് പണ്ട് ഹൈന്ദവനാണെങ്കിൽ അതുപോലത്തെ ഹൈന്ദവനായിരുന്നു. എല്ലാ അമ്പലത്തിലും പോകും. എല്ലാ കൊല്ലവും ശബരിമലയിൽ പോകും. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അന്നും അമ്മ മാതാവിനെ എനിക്ക് വിശ്വാസമില്ല, സ്നേഹമായിരുന്നു. എൻ്റെ അമ്മയെപ്പോലെ സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അമ്മ ഇവിടെ നിർത്തി വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിരുന്ന് അമ്മയുടെ അടുത്തിരുന്ന് നമ്മൾ പഠിച്ചെടുക്കണം. ദൈവത്തിൻ്റെ രീതി പഠിച്ചെടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും, പ്രയോജനമായിരിക്കും. ദൈവത്തിൻ്റെ രീതി എന്താ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് തോന്നും ചില പ്രശ്നങ്ങൾ നീങ്ങാറില്ല. ചില അനുഭവങ്ങൾ വലിയ ബുദ്ധിമുട്ടുള്ള അനുഭവമാണ്. ഒറ്റപ്പെടലും സഹായിക്കാനില്ലായ്മയും പ്രശ്നത്തിന് ഉത്തരം തന്നെ ഇല്ലാത്തൊരു അവസ്ഥ. എന്ത് പ്രാർത്ഥിച്ചാലും അതിന് നമുക്ക് മറുപടി കിട്ടാത്ത അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഇത് പറയണമെങ്കിൽ ഇത് നിയമാവർത്തനം 8-ാം അധ്യായം 2 ഇതിൻ്റെ ഉത്തരം ദൈവം തന്നെ തന്നിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവം ഞാൻ തരുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ മരുഭൂമി അനുഭവം ഉണ്ടാവും. മരുഭൂമിയിൽ എന്താ, നമുക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും കിട്ടില്ല. എപ്പോഴും പയലായിരിക്കും. ദാഹിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളതൊന്നും സമയത്ത് കിട്ടില്ല. ഒന്ന് വിശ്രമിക്കാമെന്ന് വയ്ക്കുമ്പോൾ തണലില്ല അവിടെ. എപ്പോഴും പകലാണെങ്കിൽ നല്ല വെയിലും രാത്രിയാണെങ്കിൽ വലിയ തണുപ്പും. ഒരു നിവൃത്തിയില്ലാതെ അത് സഹിക്കാൻ പറ്റാത്ത അനുഭവം. പ്രൈസ് ദി ലോർഡ്. ആ അനുഭവം ദൈവം തന്നെ തരുന്നതാണ്. ആ ഒരു ബോധ്യം ആദ്യം ഉണ്ടാവും. നമ്മളൊക്കെ ഇതിനെ ആവശ്യമില്ലാതെ വ്യാഖ്യാനം കൊടുക്കും. ഇത് ഞാനെന്തോ പാപം ചെയ്തു പോയി, ഇല്ല എനിക്ക് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ഇല്ല ഞാൻ ശരിയായ മാർഗത്തിൽ കൂടി തന്നെയാണോ പ്രാർത്ഥിക്കണത്, ഇത് ഇങ്ങനെ തന്നെയാണോ പ്രാർത്ഥിക്കണത്, ഇല്ല ഈ ദൈവത്തെ തന്നെയാണോ പ്രാർത്ഥിക്കുന്നവരെ സാത്താൻ നമുക്ക് തോന്നിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരു കാര്യം ബോധ്യത്തോടെ പോകണം. നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അത് ദൈവം അറിയാതെ നമുക്കൊന്നും വരില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിച്ച് കൊടുക്കാതെ ഒന്നും വരില്ല.
അത് ദൈവം അനുവദിച്ചു കൊടുക്കുന്നത്, മരുഭൂമി യാത്ര നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചു കൊടുക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ദൈവത്തിൻ്റെ വചനം പാലിച്ച് നടക്കുക ഇല്ലയാ. പ്രൈസ് ദി ലോർഡ്. നിയമാവർത്തനം 8:2 അതിങ്ങ് വായിച്ചു നോക്കുക, എഴുതിയെടുക്കുക പറ്റുമെങ്കിൽ. അപ്പോൾ അത് ദൈവം ആഗ്രഹിക്കണ ഇത്രയേ ഉള്ളൂ, നീ ദൈവത്തിൻ്റെ വചനം പാലിക്കുക ഇല്ലയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോ അനുഭവം നിൻ്റെ ജീവിതത്തിൽ, സഹനത്തിൻ്റെ അനുഭവം ദൈവം തരുന്നത് നീ വചനം പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, നിന്നെ പരിശീലിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് ടെസ്റ്റ് പേപ്പറാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കണ ഇത്രയേ ഉള്ളൂ. ദൈവം ഏറ്റവും കൽപ്പനയിൽ, ദൈവത്തിൻ്റെ വചന കൽപ്പനയിൽ ആദ്യം ദൈവം എപ്പോഴും ആഗ്രഹിക്കണത് നിന്നെ സൃഷ്ടിച്ച കർത്താവിനെ മാത്രം സ്നേഹിക്കുക, നീ കൂടെ നിൽക്കുക, നിനക്ക് വേറൊരു ദൈവം പാടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആഗ്രഹം അതാ, എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക, ദൈവത്തെ വിട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കാത്തിരിക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കേണ്ടത്, അത് സങ്കീർത്തനം 40:1, ഞാൻ എൻ്റെ ദൈവത്തോട് ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ദി ലോർഡ്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏത് സഹനത്തിലും നമ്മൾ ആവശ്യമില്ലാതെ തീരുമാനമൊന്നും എടുക്കാൻ നിൽക്കരുത്. നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റിയില്ല, നമുക്കൊന്നും പറ്റില്ല. ഒരു സാഹചര്യം ഉണ്ടാവും, നമുക്കതിൻ്റെ ഉത്തരം നമുക്കറിയില്ല, ഒന്നും സാധിക്കില്ല. ആ സമയത്ത് ദൈവം തന്നെ നിങ്ങളോട് പറയുക, നീ കാത്തിരിക്കുക, നിൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? ആ സങ്കീർത്തനം 130:5 ദൈവവചനത്തിൽ പ്രത്യാശ വെച്ച് കാത്തിരിക്കണം. കീപ് ഹോപ്പ് ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ഇതൊരു ടിപ്സായിട്ട് എടുത്താൽ മതി. ഇതൊരു രഹസ്യമാണ്. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ദൈവവചനത്തിൽ പ്രത്യാശ വെച്ച് കാത്തിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവവചനം വാഗ്ദാനമാണ്. ദൈവം നമുക്കെല്ലാം വാഗ്ദാനം തന്നിരിക്കുക. നിന്നെ ഞാൻ തനിച്ചാക്കില്ല, നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും, നിനക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ അടുത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും, നീ കാത്തിരിക്കുക. പുറപ്പാട് 14:14 പറയണത്, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. അപ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ടത്, അത് സങ്കീർത്തനം 130:5 പറയണത് ശ്രദ്ധിച്ച് കേൾക്കുക. പ്രത്യാശ വയ്ക്കണം, വാഗ്ദാനത്തിൽ പ്രത്യാശ വെച്ച് കാത്തിരിക്കണം. ബൈബിള് വായിക്കുക, അതിൽ ബൈബിള് വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനത്തിൽ പ്രത്യാശ വെച്ച് വേണം കാത്തിരിക്കാൻ. ഒരു വാഗ്ദാനം, ഒരു വചനം എടുക്കുക, ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എൻ്റെ കൂടെ ഉണ്ടാവും, ഞാൻ നിന്നെ വിടില്ല. ദൈവം പറഞ്ഞിരിക്കുക, നിൻ്റെ ഓരോ മുടികളും ഞാൻ എന്നിരിക്കുക, അത്രയ്ക്ക് അതുപോലെ എനിക്ക് നിന്നോട് കരുതലുണ്ട്. അപ്പോൾ ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്, എന്നെ കൈവിടില്ല. ആ വചനത്തിൽ പ്രത്യാശ വെച്ച് കാത്തിരിക്കുമ്പോൾ അതൊരു വീക്ക്നെസ്സാണ്. ഇപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ പുറത്ത് തന്നെ എനിക്ക് എൻ്റെ റൂമിൽ ക്യാമറ ഉണ്ട്. ഈ റിസപ്ഷനിൽ ഇല്ല, പുറത്ത് ആരാ വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നല്ല ബിസിയായിരിക്കും, അകത്ത് നല്ല ബിസിയാണ്. ചിലപ്പോൾ ടെൻഡറോ കാര്യങ്ങളോ ആയിട്ട് സിസ്റ്റത്തിൽ ബിസി ആയിരിക്കുമ്പോഴും ആ ക്യാമറയിൽ കൂടി കാണുമ്പോഴത്തേക്കും പുറത്ത് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കണം കാണുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പോലും അസ്വസ്ഥതയാണ്. ആളിങ്ങനെ പുറത്ത് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനെ ശ്രദ്ധ പോവും. എന്നാൽ ഈ ജോലി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റാണ്. അവരെ ഞാൻ സമയം പറഞ്ഞിട്ടില്ല, അവരെ വരാൻ പറഞ്ഞിട്ടില്ല, എന്നാലും അവർ വന്ന് കാത്തിരിക്കുക. അവർ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചിട്ടില്ല, എന്നാലും വന്ന് കാത്തിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. ഒരു 5 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കും, ഓ അവർ കാത്തിരിക്കുക, അസ്വസ്ഥത. എന്നിട്ട് കുറച്ചുകൂടി ചെയ്യുമ്പോഴത്തേക്കും പുറത്തേക്ക് നോക്കും, ഓ ഈ ക്യാമറയിൽ നോക്കുമ്പോൾ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബെല്ലടിച്ച് അവരെ അകത്തേക്ക് വിളിക്കും, എന്താ പ്രശ്നം? പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാണ് ദൈവമേ,
ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുക, മുഖത്തേക്ക് നോക്കിയിരിക്കുക. നീ വചനം പറഞ്ഞിട്ടുണ്ട്, അതിലേ എനിക്ക് പ്രത്യാശയുണ്ട്, വിശ്വാസമുണ്ട്. നീ എല്ലാവരും കൈവിട്ട്, എന്നെ എല്ലാം കൈവിട്ട് ബാങ്കുകാരെ ജപ്തി ചെയ്യാൻ പോവുകയാണ്, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ്. പക്ഷേ നീ എനിക്ക് ആശ്രയമാണ്. നീ വചനത്തിൽ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒന്നും മിണ്ടരുത്. അത് കാത്തിരിക്കേണ്ടിയ രീതി ഫിലിപ്പിയർ 2:14, 2-ാം അധ്യായം 14. ഇത് ടെക്നിക്കാണ് കേട്ടോ. അത് എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? വചനത്തിൽ പ്രത്യാശ വെച്ച് വാഗ്ദാനം. വചനമെന്ന് പറയുന്നത് ദൈവ വാഗ്ദാനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ടാണ് കാത്തിരിക്കേണ്ടത്. രണ്ടാമത് ഫിലിപ്പിയർ 2:14, നീ വാക്ക് തർക്കം ചെയ്യരുത് ദൈവമായിട്ട്, എന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്യരുത്, ദൈവത്തോട് കുറ്റം പറയരുത്. എനിക്കിങ്ങനെ സംഭവിച്ചു പോയി, അങ്ങനെ സംഭവിച്ചു, ഇതായിപ്പോയി, അങ്ങനെ ആയിപ്പോയി, അങ്ങനെ ഒന്നും പറയാതെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെല്ലാം ദൈവത്തെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, അമ്മ മാതാവ് ആ രീതിയായിരുന്നു. അമ്മ മാതാവിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കുക. അത് ലൂക്ക 1:38 അമ്മ പറയുക, വചനം ഇതാ നിൻ്റെ ദാസി, നീ പറഞ്ഞതൊക്കെ അതേപടി നിറവേറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലൂക്ക 1:45 പറയുക, വചനം തന്നെ പറയുകയാണ്, വചനം അതേപടി നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവർക്ക് അനുഗ്രഹം കിട്ടുന്നവരാണ്. അത് വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാനുള്ള ലിസ്റ്റിലേക്ക് അങ്ങ് വരും. ഈ വചനം, ഒരു വചനം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട്, നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾക്ക് ആശ്വാസമുള്ള ഒരു വചനം തിരഞ്ഞെടുത്തിട്ട് അത് നിങ്ങളോടാണ് വാഗ്ദാനം ദൈവം ചെയ്തിരിക്കണമെന്ന് അങ്ങോട്ട് വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ ലിസ്റ്റിൽ പേരെഴുതും ദൈവം. പ്രൈസ് ദി ലോർഡ്. വചനം ഒരിക്കലും നുണയാകില്ല. വചനം ഒരിക്കലും നുണയാകില്ല. ലൂക്ക 1:45 പറയുക, വചനം അതേപടി നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നീ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിനക്ക് അനുഗ്രഹം നിനക്ക് കിട്ടുമെന്ന് ഉറപ്പായി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരിക്കലും കൈവിടില്ല. എന്താ കാര്യമെന്നാ, ഈ വചനമൊന്നും ഈ ടെക്നിക്കൊന്നും എനിക്ക് അറിയാത്ത കാലത്ത് ഞാൻ കാത്തിരുന്ന് കുറച്ച് കാലം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാത്തിരുന്നത്, അത് അന്ന് ഞാൻ കുറേ ഹൈന്ദവനാണെങ്കിലും കുറേ അമ്പലത്തിൽ പോകുമ്പോഴും എനിക്ക് തൃപ്തി ഉണ്ടാകില്ല. കുറേ സങ്കടമാണ്. കുടുംബത്തിൽ സങ്കടമാണ്. സ്വന്തം വീടില്ല, അത് വാടക വീടാണ്. വാടക വീടെന്ന് പറഞ്ഞാൽ ആസ്പെറ്റോസിറ്റ് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട്, ചെറിയൊരു വീടാണ് അത്. എന്നിട്ട് അവിടെ മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളം നിൽക്കും, മുട്ടിൽ വരെ വെള്ളം നിൽക്കും. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. കോളേജിൽ പോകണമെങ്കിൽ ഒരു ബുക്ക് വാങ്ങിക്കാനുള്ള കാശില്ല. അച്ഛൻ ആർമി റിട്ടയർമെൻറ്റാണ്. അപ്പോൾ കുറേ കടമൊക്കെ ആയി, പെൻഷൻ കിട്ടുന്ന കാശ് പലിശയ്ക്ക് പോലും തികയാത്ത സ്ഥിതിയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിഷമിക്കുന്ന കാലത്തൊക്കെ ഞാൻ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. എനിക്ക് അന്ന് കൃപാസനം അറിയില്ല. അമ്മ മാതാവാണ് കൊണ്ടുവന്നത്. ഞാൻ ഒന്നില്ലെങ്കിൽ മറവക്കാട്, ഇല്ലെങ്കിൽ ആ ഫോർട്ട് കൊച്ചിയിൽ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഒരു അമ്മ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്, അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. മിക്കവാറൊക്കെ ഞാൻ ഈ മറവക്കാട് നടന്ന് വരും. അവിടെ ഇരുന്ന് ഒരു 12-14 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ ഇരുന്ന്. അപ്പോൾ സൈക്കിളൊന്നുമില്ല, സ്വന്തം സൈക്കിളൊന്നുമില്ല. ആ ഒരു കാലത്തും മിക്കവാറും ദിവസമൊക്കെ ഞാൻ വരുമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയാണ്. എനിക്ക് നല്ല വിഷമം വരുമ്പോൾ കൂട്ടുകാരൊന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങും. നടന്ന് അവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ ഇരിക്കും, അമ്മയുടെ മുമ്പിൽ ഇരിക്കും. എനിക്കൊരു തൃപ്തി, അത് നല്ലൊരു സന്തോഷമാണ്. ഇങ്ങനെ അമ്മയെക്കുറിച്ച് ഓർത്ത് ആ വഴി കൂടി ഇങ്ങനെ നടന്ന് അവിടെ വന്നിരിക്കാനിട്ട് തിരിച്ച് നടന്നു പോകും. 4-5 മണിക്കൂർ എടുക്കും വന്നിട്ട് തിരിച്ചു പോകാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാ പരിപാടി, ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരേ കാര്യം അമ്മയോട് ഇങ്ങനെ പറയും. ഈ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂല്ലോ, ആകെ ബുദ്ധിമുട്ടാണ്. ഇന്ന് എന്നെ അരി ഉണ്ടാകുന്നറിയില്ല, നാളെ എന്ത് ചെയ്യുമെന്നറിയില്ല. ഇതൊക്കെ അമ്മയോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഡിസ്കസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം അരിയൊന്നും കിട്ടുമൊന്നുമില്ല.
കാശൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ ഇതാ കാത്തിരിക്കേണ്ടതെന്ന് പറയണം. ഇതൊക്കെ വചനത്തിൽ ദൈവം ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അമ്മ അറിഞ്ഞില്ലെങ്കിലും അമ്മയോടല്ലേ പറയണത്. അമ്മയ്ക്കറിയാം, നീ വിഷമിക്കേണ്ടടാ, ഇതൊക്കെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, എൻ്റെ മകൻ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ കാലം ഇങ്ങനെ പോകുമ്പോൾ എനിക്കറിയില്ല, എന്തോ ഒരു മനസ്സിന് സന്തോഷം, അവിടെ പോയി ഇരിക്കുമ്പോൾ സന്തോഷം, അടുത്ത ദിവസം പോകുമ്പോൾ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. കോളേജിൽ പോകുമ്പോഴത്തേക്കും പോക്കറ്റിൽ 10 പൈസ ഉണ്ടായില്ല. കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെ കൂടി ക്യാൻറ്റീനിൽ പോകുമ്പോൾ അവർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല. ഞാൻ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിക്കളയും. ഒരു പ്രാവശ്യം അവർ വാങ്ങിച്ചു കൊടുത്താൽ അടുത്ത ദിവസം ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ കാശുണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുപോലത്തെ അവസ്ഥയാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് പേടിയായിട്ടുണ്ട്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ കാശുണ്ടാകില്ല. എൻ്റെ അമ്മയ്ക്കോ ആയിരിക്കും അസുഖം വന്ന, അനിയത്തിക്ക് അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോകാൻ കാശുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വർത്തിയിട്ടുണ്ടായില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, എന്ത് കാര്യമുണ്ടെങ്കിലും അത് കാത്തിരിപ്പായിരുന്നു. അമ്മ കൈവിടില്ല. നമുക്കൊക്കെ തോന്നും വലിയ ബുദ്ധിമുട്ട് കൂടിയാണ് ഇത്, നമുക്ക് ഈ പ്രശ്നം പ്രാർത്ഥിച്ചിട്ട് ഇതിനൊന്നും ഉത്തരം ലഭിക്കുന്നില്ലെന്ന് പറയുമ്പോഴും അമ്മ അത് കൈവിടില്ല. പക്ഷേ ആ പ്രശ്നം അതുപോലെ തന്നെ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പരീക്ഷയാണ്. നിനക്ക് മരുഭൂമി അനുഭവം തന്നിരിക്കണത് ദൈവം നീ വചനം പാലിക്കാനാ. വചനം പാലിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹത്തിൻ്റെ കൂടെ കൃപയും കൂടി തരാൻ വേണ്ടിയിട്ടാണ്, നിത്യജീവൻ തരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ദൈവം ഈ ഒരു വഴി ഒരുക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് കുറേ കാലം ഇങ്ങനെ എൻ്റെ കോളേജ് ജീവിതം കഴിഞ്ഞ് 3 കൊല്ലം അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട്, എന്നിട്ട് എനിക്കൊരു ജോലി കിട്ടിയായിരുന്നു. അതൊരു 400 രൂപ, കോളേജ് കഴിഞ്ഞ ഉടനെ ഒരു ജോലി കിട്ടി. 400 രൂപ ശമ്പളമാണ്. അതും 400 ഒന്നും തികയില്ല, എന്നാലും കുഴപ്പമില്ല. അമ്മ തന്ന് ഇങ്ങനെ വഴി നടത്തിയ, എന്നാലും അമ്മയെ വിടാതെ ഇങ്ങനെ നിന്ന്. വേറെ അമ്പലമൊക്കെ ഞാൻ നിർത്തിക്കളഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ആ ഒരു കൃപ തന്നായിരുന്നു. അമ്മയോട് മാത്രം സ്നേഹം. എനിക്ക് ഈശോനൊക്കെ പിന്നെ അറിയണത്, ഈശോനെ അറിയാം, എന്നാലും അമ്മയോട് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് അമ്മ ഈശോയായിട്ട് അറ്റാച്ച്ഡ് ആക്കി തന്നെ, ഈശോനെ കൊണ്ടുവന്ന് നിർത്തി തന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് കുറേ കാലം അത് കഴിഞ്ഞ് 3 കൊല്ലം കോളേജ് കഴിഞ്ഞ് അപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നാലും അമ്മയെ വിട്ടില്ല. ഒരു 400 ശമ്പളം കിട്ടി. അപ്പോൾ ഇത് അമ്മയെ അറിയാത്തവർക്ക് അതിനേക്കാളും, എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അതിനേക്കാളും കൂടുതൽ ശമ്പളമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് എൻജിനീയറിങ് കിട്ടി, എനിക്ക് എൻജിനീയറിങ് കിട്ടിയില്ല. എനിക്ക് ആപ്ലിക്കേഷൻ വാങ്ങിക്കാനുള്ള കാശില്ല. എൻ്റെ ഫ്രണ്ടിന് എൻജിനീയറിങ് കിട്ടി. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എൻജിനീയറിങ് കോളേജിൽ കയറണമെന്ന്. അതൊക്കെ എൻജിനീയറിങ് കിട്ടി. എൻജിനീയറിങ് കഴിഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ആർമിയിലേക്ക് സെലക്ട് ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് 8000 രൂപ കിട്ടുമായിരുന്നു അവിടെ. പ്രൈസ് ദി ലോർഡ്. സ്റ്റൈഫൻഡായിട്ട് 8000 രൂപ അവർക്ക് കിട്ടുമായിരുന്നു. എനിക്ക് അവസാനമായപ്പോൾ 400 രൂപ അമ്മ മാതാവ്. എന്നാലും കാത്തിരുന്ന്. പ്രൈസ് ദി ലോർഡ്. അതെന്തോ അത് ഒരു ഭാഗ്യമാണ്. അത് അമ്മ മാതാവ് തന്നെ എന്നെ കാത്തിരിപ്പിച്ച. ചിലപ്പോൾ വഴിമാറിപ്പോകാൻ അത് മതി. അന്നൊന്നും എനിക്ക് വചനം അറിയില്ല. പക്ഷേ ഇത് സത്യമാണ്. കാത്തിരുന്ന്. അമ്മയ്ക്ക് ഒരു പദ്ധതിയുണ്ട്, നമ്മളോടൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇതുപോലെ പോകുമ്പോഴത്തേക്കും അവിടെ എനിക്ക് എന്താ എന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് അവിടെ തന്നെ ഒരു സുഹൃത്തുണ്ട്. അതിൻ്റെ അടുത്ത് അയാൾ മീൻപിടുത്തമാണ്. അയാൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും, ഞാൻ പോയി അവിടെ 1 മണിക്കൂർ ഇരിക്കും. ഞാൻ എത്തുമ്പോഴത്തേക്കും വീട്ടിൽ ഇരുന്ന് ഒരു 5 മണിക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ ഒരു 7-7:30 എത്തും, മറോക്കാട് എത്തും. അപ്പോൾ അയാൾ മുട്ടിപ്പേ, ഈ കരിങ്കല്ലില്ലേ, ചെറിയ കല്ല് കഷ്ണം വെച്ചിട്ട് മുട്ടിപ്പേ നിൽക്കും. ഇങ്ങനെ കയ്യും പൊക്കി നിൽക്കും. അപ്പോൾ ഞാൻ മുട്ടിപ്പേ നിൽക്കും, പക്ഷേ ഈ കല്ലിൽ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കും. അപ്പോൾ അയാളോട് എനിക്ക് വലിയ താല്പര്യമാണ്. അയാൾക്ക് മാതാവിൻ്റെ, അയാൾ നല്ല ഭക്തനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അയാൾ ഒരു നിയോഗമായിട്ട് ഇങ്ങനെ നിൽക്കുക, അയാളിങ്ങനെ കാത്തിരിക്കുക. അതൊന്നും എന്നോട് പറയണില്ല. എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ കാത്തിരിക്കുക? അയാളിങ്ങനെ കയ്യും പൊക്കി ഇങ്ങനെ ആ ഒരു കാര്യമായിട്ട് പ്രാർത്ഥിക്കുക, അത്രയും സംസാരിക്കും. വേറെ അപ്പോൾ ഞാനും ചോദിക്കാൻ പോലെ ഒരു കാര്യമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്ത് കാര്യമെന്നൊന്നും അയാൾ പറയണമെങ്കിൽ, ഇല്ലെങ്കിൽ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറയണം. അതൊന്നും പറഞ്ഞില്ല. ഞാൻ ഒരു കാര്യമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് അയാളിങ്ങനെ പൊട്ടിപ്പേതിക്കുക. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു 3 കൊല്ലം 4 കൊല്ലമായിട്ട് ഇങ്ങേരും ഇതുപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അയാൾ ഒരു കുടിൽ, ചെറിയൊരു വീടാണ്, പാവപ്പെട്ടവനാണ്, ചെറിയ വീടാണ്. അന്നന്ന് കൂലിക്ക് പോയി അയാൾക്ക് കിട്ടുന്ന മാത്രമേ ഉള്ളൂ, ജീവിതമാർഗ്ഗം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ അവിടെ തൂത്തിടും,
പിന്നെ ഇങ്ങനെ മുട്ടിപ്പേ വന്ന് നിൽക്കും. ഞാൻ പോകുമ്പോഴത്തേക്ക് മുട്ടിപ്പേ നിൽക്കും. അയാളെ കുടുംബം വരും. അവർ കല്ലൊന്നും വെക്കില്ല. ഇങ്ങനെ കല്ലും വെച്ച് ഇങ്ങനെ കൈയും പൊക്കി ഇങ്ങനെ ഇരിക്കും. ഞാനും അന്ന് വരെ എനിക്ക് കൈവൊക്കെ അറിയില്ല. മുട്ടിപ്പേ നിൽക്കും. ഇങ്ങനെ കൈവെക്കണം കണ്ടിട്ട് ഞാൻ കല്ല് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വേദനയാവും. ഞാൻ വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ മുട്ടിപ്പേ വെച്ച് നോക്കിയപ്പോൾ വലിയ വേദനയാണ്. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മുട്ടിപ്പേ നിന്ന് കൈയും പൊക്കി ഇങ്ങനെ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് കുറേ കാലം കഴിഞ്ഞ് അവിടെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പഠിത്തം കഴിഞ്ഞ് ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് ഈ ഇതുപോലെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ സംഭവം സംഭവിച്ച് എനിക്ക് എൻ്റെ ജീവനായിരുന്നു. എൻ്റെ സ്വന്തം അമ്മ മരിച്ച്, എന്നാലും കാത്തിരുന്ന്, എന്നാലും ദൈവത്തെ വിട്ടില്ല. നീ എൻ്റെ അമ്മയെ എടുത്ത് എനിക്ക് ആകെ 400 രൂപയുടെ ശമ്പളം തന്ന് എൻ്റെ കൂട്ടുകാരിയൊക്കെ നല്ല ജോലി വാങ്ങിച്ചു കൊടുത്ത് അതൊന്നും ചോദിക്കാൻ തോന്നിയില്ലായിരുന്നു. അമ്മ മരിച്ച് അടുത്ത ദിവസവും ഞാൻ അമ്മയോട് പോയി അവിടെ തന്നെ നിന്ന്. അടുത്ത ദിവസം എനിക്ക് അമ്മയെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയൊക്കെ സംഭവിക്കും. എൻ്റെ ജീവിതത്തിൽ വേറൊന്നുമില്ല, ആകെ അമ്മയുണ്ട്. അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അമ്മയും പോയി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുമ്പോൾ നമ്മളുടെ അമ്മ, യഥാർത്ഥ അമ്മ ഇതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാത്തിരുന്ന് കുറേ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അന്ന് ആ സമയത്ത് ശമ്പളമൊക്കെ അവർ കൂട്ടി 1200 രൂപ ശമ്പളമാക്കിയായിരുന്നു. പക്ഷെ അതൊന്നും തികയാതെ വന്ന് ഞാൻ കമ്പനിയിൽ പോയി പറഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ 2 പേരായി ശമ്പളം കൂട്ടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങേര് കൂട്ടിയൊന്നുമില്ല, ശമ്പളം കൂട്ടിയില്ല. വേണമെങ്കിൽ ജോലി വിട്ടേക്കുന്ന ഒരു മാർവാടി കമ്പനിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും ആരാളുള്ളത്? അമ്മയോട് പോയി ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇതൊന്നും തികയില്ല, എനിക്ക് സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങണം കേട്ടോ, ബിസിനസ് തുടങ്ങണമെന്ന്. ജോലിയൊന്നും ചോദിച്ചില്ല. പക്ഷേ ഓപ്പണായിട്ട് എല്ലാ കാര്യവും സംസാരിക്കും. അമ്മയോട് സംസാരിക്കുമ്പോൾ ഇതുപോലെ തന്നെ അമ്മയ്ക്ക് ഇഷ്ടം ഇതാ, കാത്തിരിക്കുമ്പോൾ എന്തും പറയണം ആവശ്യമുള്ളതൊക്കെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾക്കൊക്കെ എല്ലാ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് അതിൻ്റെ പലിശ തന്നാൽ മതി അമ്മ. 10 ലക്ഷം തന്ന ആ കടം തീർക്കുന്ന ആരും ചോദിക്കാനുള്ള വിശ്വാസം നമ്മളുടെ അടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ചോദിക്കണത് 10 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്, അതിക്ക് പലിശ ഈ മാസം കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒരു 10,000 രൂപ തന്നാൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കൂ. പ്രൈസ് ദി ലോർഡ്. പലവരും വീട്ടിൽ മോളുണ്ട്, കല്യാണം കഴിക്കണം, കൗൺസിലിംഗ് നിന്ന് ചോദിക്കും. എന്നോട് വന്ന് പറയും, ബ്രദറെ പ്രാർത്ഥിക്കണം കേട്ടോ, ഞങ്ങളെ സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കുക, എന്തിനാണ് സ്ഥലം വിൽക്കണേ? അല്ല, സ്ഥലം വിറ്റ് കാശ് കിട്ടിയിട്ടല്ലേ മോളെ കെട്ടിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുക്കുക, എൻ്റെ മകളെ കെട്ടിക്കണമെങ്കിൽ നിന്നെക്കൊണ്ട് സാധിക്കില്ല, എൻ്റെ സ്ഥലം വിറ്റ് എനിക്ക് കാശ് കിട്ടിയാൽ ഇത്ര രൂപ കിട്ടിയാലേ കെട്ടിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നീ ആദ്യം സ്ഥലം വിൽക്കുന്നത് നമ്മൾ ദൈവത്തിന് ഐഡിയ പറഞ്ഞു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കേണ്ടത് സ്ഥലമൊന്നും വിൽക്കാനൊന്നും പറ്റില്ല, മകളെ കെട്ടിക്കണം എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ആ രീതിയാണ് ചോദിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ അമ്മയോട് പോയി പറഞ്ഞ് അത്രയും ദിവസം കാത്തിരുന്നല്ലോ. അപ്പോൾ പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ അങ്ങോട്ട് സംസാരിക്കണം മാത്രമല്ല, ഇങ്ങോട്ട് സംസാരിക്കണം, കേൾക്കണം എപ്പോഴും. അത് അങ്ങോട്ട് സംസാരിച്ചിട്ട് ബൈബിൾ എടുക്കണം, എന്നിട്ട് നീ ബൈബിൾ വഴി സംസാരിച്ചാൽ മതി എന്ന് പറയണം. ഞാൻ അങ്ങനെയാണ് അമ്മയോട് സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് എന്തെങ്കിലും പറയും, അത് കുറിച്ചിടും. അമ്മ മാതാവ് പറയും, അത് ഒറ്റ പ്രാവശ്യം എടുക്കുള്ളൂ. അത് എന്നിട്ട് അതിൽ സാമ്യം ഉള്ളതാണെങ്കിൽ അത് അങ്ങോട്ട് വിശ്വസിക്കും. ഓക്കെ, യെസ്, നോ, ആണ്, ഇല്ല. അപ്പോൾ പലപ്പോഴും എനിക്കതിൽ സാമ്യമുള്ള മെസ്സേജൊക്കെ കിട്ടുമായിരുന്നു. എന്നാലും കാത്തിരിക്കും. ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കയ്യിൽ 10 പൈസയില്ല. ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ആ സമയത്ത് എനിക്ക് തന്നെ ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ, ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണം, കമ്പനി രജിസ്ട്രേഷൻ എടുക്കണം, അതിന് 5000 രൂപ. ആ പൈസയും ഇല്ല. അപ്പോൾ ഞാൻ ഈ കമ്പനിയിൽ ഞാൻ ജോലിക്ക് നിന്നപ്പോൾ മാർക്കറ്റിൽ പോയി കളക്ഷന് പോകുമ്പോൾ അവിടെ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. അവർ തമിഴ്നാട്ടുകാരാണ്, ഉഴുന്നൊക്കെ കൊടുക്കുന്ന പാർട്ടിയാണ്, സപ്ലയേഴ്സാണ്. അപ്പോൾ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞ്, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഉഴുന്നുണ്ട്, ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യണം, അപ്പോൾ ഇവിടെ രജിസ്ട്രേഷനില്ല, നീ എടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശില്ല, കടം തന്നാൽ ഞാൻ എടുക്കാം, നിങ്ങൾ എനിക്ക് കമ്മീഷൻ തരുമ്പോൾ ആ പൈസയിൽ പിടിച്ചോന്ന് പറഞ്ഞാൽ അവർ തന്നെ വന്ന് EMD വെച്ച് അങ്ങനെ ടെൻഡർ എടുത്ത് എൻ്റെ പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുത്ത് ബിസിനസ് തുടങ്ങി. അത് അമ്മ മാതാവ് ചെയ്തതാണ്. ബിസിനസ് തുടങ്ങിയപ്പോഴും ഒരു മാസം 1200 കിട്ടിയത്
ഒരു 20,000 25,000 കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 40,000 രൂപയ്ക്ക് കിട്ടി. പ്രൈസ് ലോർഡ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. 40,000 തെറ്റില്ല, കുഴപ്പമില്ല, അമ്മ അത് തന്നല്ലോ, ഒരു ജോലി തന്നാൽ, ജോലിയിലിരുന്ന് ബിസിനസ് തന്നെന്ന് വിചാരിച്ച് ഇതൊക്കെ കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ കിട്ടിയ. പ്രൈസ് ലോർഡ്. ഇത് 2-3 കൊല്ലം കഴിഞ്ഞ് ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കുറച്ച് കാശ്, ഒരു 10, 20, 25 ലക്ഷം രൂപ കിട്ടി. ഒരു ചെറിയ വീട് ഞങ്ങൾ വാങ്ങിച്ച്, അതും ലോണിനാണ് വാങ്ങിച്ചത്. 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വാങ്ങിച്ച്, എല്ലാം കൂടി ചേർത്ത ഒരു 25 ലക്ഷം ഉണ്ടാവും. അപ്പോഴാണ് ഒരു ദിവസം എൻ്റെ ആ സുഹൃത്ത് ആ മുട്ടിപ്പേ കല്ല് വെച്ച് ഇരിക്കുമല്ലോ, പുള്ളി പറഞ്ഞ് ഈ ഇടവക പള്ളിയിൽ, മറവക്കാട് പള്ളിയിൽ പ്രശ്നമായിരുന്നു, ഇത്രയും ഇടവകയായിട്ട് പ്രശ്നമായിരുന്നു, ഇപ്പോൾ തീർന്ന് അടുത്ത കൊല്ലത്തെ പെരുന്നാൾ നടത്താൻ ഇവിടെ ആളില്ല, ബ്രദർ നടത്താമെന്ന് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹൈന്ദവനാണെന്ന്. എന്നാൽ അച്ഛനെ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയപ്പോൾ ജോസച്ചൻ ഉണ്ട്, ചെല്ലാനം ഇടവക പള്ളിയിൽ ജോസച്ചൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അച്ഛനെ ഞാൻ പോയി കണ്ടപ്പോഴത്തേക്ക് അച്ഛനോട് പറഞ്ഞ്, അച്ഛോ പെരുന്നാൾ എനിക്ക് നടത്താൻ പറ്റുമോ എന്ന്, ഞാൻ ഹൈന്ദവനാണെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആർക്ക് വേണം നടത്താം, ഇതുവരെ ആരും പേര് കൊടുത്തിട്ടില്ല, നിങ്ങൾ ആദ്യം കൊടുത്താൽ നിങ്ങൾക്ക് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു എത്ര രൂപ ചിലവാകുമെന്ന് ചോദിച്ച് അച്ഛൻ പറഞ്ഞ് 50,000 രൂപ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛോ എൻ്റെ പേര് എഴുതിക്കോ, അമ്മ മാതാവ് തന്നതല്ലേ, അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ കച്ചവടത്തിലൊക്കെ ഇട്ട് കുറച്ച് കാശൊക്കെ ഉണ്ട്, അപ്പോൾ അമ്മ മാതാവ് തന്നതല്ലേ, എനിക്കിതൊരു അവസരം കിട്ടിയില്ലേ എന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പൈസ ഞാൻ അപ്പോൾ വാങ്ങിച്ചില്ല അച്ഛൻ, ഞാൻ പേരെഴുതി കൊടുത്ത്, പേരെഴുതി എൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്ന് ഈ പേര് കൊടുത്ത് 1-1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു സുപ്രഭാതത്തിൽ ഞാൻ പിന്നെയും പള്ളിയിൽ പോവും. അപ്പോൾ ഒക്കെ ബൈക്കൊക്കെ വാങ്ങിച്ച്, ബൈക്കിലാണ് പോകുന്നത്. അത് കഴിഞ്ഞ് സൈക്കിൾ ആദ്യം വാങ്ങിച്ച്, പിന്നെ ബൈക്ക്. അപ്പോൾ പിന്നെ പോകാൻ ഈസിയാണ്, ദിവസവും പോകും. അവിടെ ഞങ്ങൾ താമസിക്കുന്നതെന്ന് മട്ടാഞ്ചേരിയാണ് താമസിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ദിവസവും പോകും. 1-1.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ, അന്നൊക്കെ ഫാക്സാണ്, എൻ്റെ ഓഫീസിലേക്ക് ഫാക്സ് വന്ന് 60 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം, 60 ലക്ഷം രൂപ തിരിച്ചടച്ചില്ലെന്നുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ നോട്ടീസ് ഗവൺമെൻറ് അയച്ചിരിക്കുന്നതാണ്. ഞാൻ ഗവൺമെൻറ് സപ്ലയറായിരുന്നു, സിവിൽ സപ്ലൈസിൻ്റെ സപ്ലയറാണ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, അത് കുറേ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട് മന്ത്രിമാരെ ഒക്കെ പ്രശ്നമാക്കി അവരുടെ ആൾക്കാരെ കയറ്റാൻ എന്താണെന്നറിയില്ല, എന്താ സംഭവിച്ചതെന്നല്ല, നുണയായിട്ട് എൻ്റെ മുകളിൽ അങ്ങോട്ട് കേസ് അങ്ങോട്ട്, എൻ്റെ സാധനമെല്ലാം റിജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് എനിക്ക് നോട്ടീസ് അയച്ചിരിക്കുക. അന്ന് ഭാര്യ ഇവിടെ ഇല്ല, ഭാര്യ മോനെ പ്രസവിക്കാൻ വേണ്ടി നാട്ടിൽ പോയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ തനിച്ച. അന്നും ഇതുപോലത്തെ സാഹചര്യങ്ങൾ, മരുഭൂമി അനുഭവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ അനുഭവമാണ്. എല്ലാം പോയി. എൻ്റെ 25 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കിയ വീടെല്ലാം കൊടുത്താലും 35 ലക്ഷം രൂപ എനിക്ക് കൊടുക്കാനില്ല, ജയിലിലേക്കാകും. അവർ അടുത്ത ദിവസം പ്രോസിക്യൂഷൻ എടുക്കുന്നത്, കേസെടുത്ത് കഴിഞ്ഞാൽ ഒരാൾ സഹായിക്കാനുമില്ല. അപ്പോൾ ഇനി തിരിച്ച് ജോലിക്കും പോകാൻ പറ്റില്ല, നാട് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ എവിടെ പോകണോ അതൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. സാധാരണ ഇതുപോലത്തെ അവസ്ഥയിലും സാധാരണ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ മുമ്പിൽ ആത്മഹത്യയ്ക്കുള്ള സാഹചര്യം അവളുടെ ജീവിതത്തിൽ വരുമ്പോഴത്തേക്കും ഇടത്തോട്ടും വലത്തോട്ടും നോക്കുക, അവിടെ അമ്മ മാതാവും യേശു ക്രിസ്തുവും നമ്മുടെ അടുത്തുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇതുപോലെ മുട്ടിപ്പേ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട്, എൻ്റെ വീട്ടിൽ അമ്മയുടെ രൂപമുണ്ട്. ഈ ഫാക്സ് വന്ന ദിവസം വൈകുന്നേരം ദിവസമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല, എല്ലാം പോയല്ലോ, ഞാൻ ഒന്നുമില്ലാതായല്ലോ, ഇനി എവിടെ പോവും, ആരെന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അമ്മ മാതാവിനെ രൂപത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കണ്ണടച്ച് കരഞ്ഞുകൊണ്ട് കണ്ണ് തുറക്കുമ്പോൾ അമ്മയുടെ മുഖം തെളിഞ്ഞ് കാണുക രൂപത്തിൽ. എൻ്റെ മനസ്സിൽ അമ്മ സംസാരിക്കുക. അതൊക്കെ പോട്ടെ, എൻ്റെ പെരുന്നാളിൻ്റെ കാര്യം എന്തായെന്നാണ് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. 50,000 രൂപ പെരുന്നാളിന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാം, നീ അകത്തേക്കായി പോയി കഴിഞ്ഞാൽ പെരുന്നാൾ നടത്തും എന്ന് പറഞ്ഞ് എനിക്ക് ആ ഒരു ബോധ്യം വന്ന്. അന്ന് രാത്രിയൊക്കെ എനിക്ക് ഈ വിചാരമോ, നേരെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ മുറിയാണ് എൻ്റെ ഓഫീസ് മുറി. അതിൽ പോയി എനിക്ക് 2 ബാങ്കിലെ അക്കൗണ്ട്, SBTയിലും ഉണ്ട്, അന്ന് ING വൈശ്യ എന്ന് പറഞ്ഞ ബാങ്കാണ്, ഇന്നില്ല ആ ബാങ്ക്. അപ്പോൾ SBTയിൽ പൈസയില്ല, ING വൈശ്യ നോക്കുമ്പോഴത്തേക്ക് 60,000 രൂപ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അടുത്ത ദിവസം കാലത്തെ 9:30 മണിക്ക് അവിടുത്തെ മാനേജർ, എനിക്ക് പരിചയമുള്ള മാനേജറാണ്, നേരെ ബാങ്ക് അങ്ങനെ വീട്ടിൽ പോയി കണ്ടിട്ട്, എനിക്ക് അത്യാവശ്യമാണ്, എനിക്കൊന്ന് നാട്ടിൽ പോകണം, എനിക്ക് കാശ് എടുക്കണം കുറച്ച്. എന്താണെന്നാ അത് താമസിച്ച് കഴിഞ്ഞാൽ 10 മണിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാങ്കിലേക്കും ഗവൺമെൻറ് ഫാക്സ് അയക്കും, ഇവരുടെ പൈസ ഉണ്ടെങ്കിൽ പിടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞ് ഫാക്സ് അയക്കും. ഞാൻ നേരെ അങ്ങോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്.
57,000 രൂപ ഞാൻ അവിടെ നിന്ന് ക്യാഷ് എടുത്ത് 3,000 രൂപ മിനിമം ബാലൻസ് വയ്ക്കണം, അവർക്ക് സംശയം തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ട് 57,000 രൂപ എടുത്തിട്ട് നേരെ ഞാൻ ഇവിടെ മറോക്കാട് ചെല്ലാനത്ത് പോയി ജോസച്ചനൊക്കെ കണ്ട് ഞാൻ പറഞ്ഞു, അച്ചോ പെരുന്നാളിൻ്റെ കാശ് ഞാൻ കൊടുക്കാൻ വന്നിരിക്കാമെന്ന്. അച്ഛൻ പറഞ്ഞു, ഇനി 7 മാസമുണ്ട്, ഇപ്പം എന്തിനാ തന്നെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, അച്ചോ ആ സമയത്ത് ഞാൻ എവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അച്ഛനോട് ഇതൊന്നും പറഞ്ഞില്ല, എനിക്കെതിരെ കേസായിട്ടുണ്ട്, പ്രശ്നമായിട്ടുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്യൂ, ഞാൻ പറഞ്ഞ് ആ സമയത്ത് ഞാൻ എവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ പൈസ വാങ്ങിക്കണമെന്ന് പറഞ്ഞ്. എന്നിട്ട് 50,000 രൂപ കൊടുക്കുമ്പോൾ അച്ഛൻ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ പൈസ തികയുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ചിലപ്പോൾ 5,000 രൂപ കൂടുകയോ കുറയോ ചെയ്യാമെന്ന് പറഞ്ഞ്. ഞാൻ ഇനിയൊരു 5,000 രൂപ 7,000 നിന്ന് 5,000 കൂടി എടുത്ത് അച്ഛൻ്റെ കൈ കൊടുത്ത്, എന്തായാലും കുറയണ്ട, അച്ഛൻ ഈ പൈസ വയ്ക്കുകയും പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അത് അച്ഛൻ്റെ കൈ കൊടുത്തിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ നിൻ്റെ കട ഞാൻ തീർത്തിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് കാത്തിരിക്കണം അവസാനം വരെ അമ്മയുടെ കൂടെ. എല്ലാം കയ്യിൽ നിന്ന് പോയാലും അമ്മയെ വിട്ടു പോകരുത്. അതാ ദൈവം ആഗ്രഹിക്കണം. നീ എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? നിനക്ക് മരുഭൂമി അനുഭവം തന്നിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? നീ വചനം പാലിക്കുക. എന്ത് വചനമോ പാലിക്കണം. നിൻ്റെ ദൈവമില്ലാതെ നിനക്ക് വേറെ ദൈവമില്ല. നിനക്ക് ഈ ദൈവമില്ലാതെ വേറെ ദൈവമില്ല. ഒരിടത്ത് നീ പോകില്ല. ഈ ദൈവത്തിൻ്റെ അടുത്ത് വിട്ട് നീ എവിടെയും പോകില്ല. പ്രൈസ് ദി ലോർഡ്. അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് മരുഭൂമി അനുഭവം നിൻ്റെ ജീവിതത്തിൽ തന്നെ. അത് നീ അതിൽ വിജയിക്കണം, അവസാനം വരെ വിജയിക്കണം. ഞാൻ അവിടെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോയി. കയ്യിൽ 2,000 ഉണ്ട്. ഞാൻ പോയി ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ കുറേ പറയണം. അച്ഛൻ അരമണിക്കൂറാണ് എനിക്ക് തന്നത്. അപ്പോൾ ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസവും എനിക്ക് തന്നെ ഈ പ്രശ്നമൊക്കെ എടുത്ത് മാറ്റി അമ്മ മാതാവും. അത് പറയണമെങ്കിൽ ഒരു ദിവസം വേണം. അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതുവരെ എനിക്ക് മാസം 30,000-40,000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് അടുത്ത മാസവും ഞാൻ ടെൻഡറിട്ട് മൊത്തം അതിൻ്റെ കണക്ക് പറയാൻ പറ്റില്ല, ലക്ഷങ്ങളാണ് ലാഭം കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അത് ലക്ഷങ്ങളെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. മൊത്തം കേരളത്തിൻ്റെ മൊത്തം പർച്ചേസ് ഞാനാകെ കുറച്ച്, എന്നെപ്പോലെ 10-60 സപ്ലൈസ് ഉണ്ടാവും, കുറച്ച് ഓർഡർ കിട്ടിയത്. മൊത്തം ഓർഡർ എടുക്കാനുള്ള കൃപ അമ്മ മാതാവ് എനിക്ക് തന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനാകാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്ന്. ഇതുവരെ അതുപോലെ ആരും സപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. മൊത്തം ഓർഡർ എനിക്ക് തന്നു കഴിഞ്ഞ് അത് എനിക്ക് കച്ചവടം മതിയായി, ഇത്രയും വേണ്ട എന്ന് പറയുന്ന രീതി അമ്മ തരാൻ തുടങ്ങുമ്പോൾ അത് അളന്ന് തരുന്നതെന്ന് പറഞ്ഞാൽ കവിഞ്ഞ് ഒഴുകും, അതുപോലെ തരും. അമ്മ മാതാവ് തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാത്തിരിക്കണം. നമുക്ക് മതി എന്ന് പറഞ്ഞാലും തന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പെരുന്നാളിൻ്റെ ദിവസം വന്ന്, അന്ന് കറക്റ്റ് പെരുന്നാളിൻ്റെ ദിവസമാണ് എൻ്റെ മകൻ പ്രസവം കഴിഞ്ഞ് അവിടെ ഹോസ്പിറ്റലുണ്ട്. എനിക്ക് വരാൻ പറ്റിയില്ല. അച്ഛൻ എന്നോട് എന്നെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞ്, പെരുന്നാൾ നിങ്ങളെ നടത്തണം, അപ്പോൾ പ്രതിസന്ധിയാണ്, അതായിട്ട് നിങ്ങളാണ് മുമ്പിൽ നിൽക്കേണ്ടത്, നിങ്ങളല്ലേ പെരുന്നാൾ നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, അച്ചോ ഞാനിപ്പോൾ കോയമ്പത്തൂരിലായിപ്പോയി, എന്തായാലും ഞാൻ നാളെ വരാം. ഇന്നത്തെ ദിവസം എൻ്റെ സുഹൃത്തുണ്ട്, ആ മുട്ടിപ്പേ കല്ല് വെച്ചിട്ട് മുട്ടിപ്പേ നിൽക്കണേ, അയാളെ അയാളെ ആക്കിയാൽ മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അന്നത്തെ ദിവസം അയാൾ അവിടെ വെച്ച് സാക്ഷ്യം പറയുക. 7 കൊല്ലമായിട്ട് അവൻ കാത്തിരിക്കുക അമ്മ മാതാവിനോട്. ഈ കരിങ്കല്ല് മുട്ടിപ്പേ നിന്ന് അവൻ പ്രാർത്ഥിക്കണ ഒറ്റ കാര്യമാണ്, അമ്മ മാതാവേ എനിക്ക് ഒരു പ്രാവശ്യം നിൻ്റെ പെരുന്നാൾ നടത്താനുള്ള പ്രസിദ്ധിയാകാനുള്ള ഒരു അവസരം എനിക്ക് നൽകണമെന്ന് അവൻ പ്രാർത്ഥിച്ചിരുന്ന. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുമ്പോൾ അമ്മ മാതാവ് എല്ലാ പ്രാർത്ഥനയും, അവർക്ക് വേറെ ഒരു ആഗ്രഹമില്ല, സ്വന്തം വീട് വെക്കണം, കുറേ കോടികൾ ഉണ്ടാക്കണം. അവൻ്റെ കയ്യിൽ 10 പൈസയില്ല, 100 രൂപ എടുക്കാനില്ലാത്തവനാണ് അവൻ പ്രാർത്ഥിക്കണത്. എനിക്ക് പ്രസിദ്ധിയായിട്ട് ഒരു ദിവസം ഉണ്ടാകണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് അമ്മ മാതാവ് ഇതെല്ലാം ചെയ്യിപ്പിച്ച് അവസാനം വരെ നിങ്ങൾ കാത്തിരിക്കുക. ഞാൻ പറയാം, കാത്തിരിക്കുക. അമ്മയെ വിട്ടിട്ട് വേറെ എവിടെയും പോകരുത്. കാത്തിരിക്കുക. അത് പ്രത്യാശയിൽ തന്നെ കാത്തിരിക്കണം. അത് നിങ്ങൾ കുറ്റം പറയാതെ കാത്തിരിക്കുക. തർക്കുത്തരം ചെയ്യരുത്. നിന്നെ കാരണമാണോ അവനെ കാരണമാണെന്ന് പറയാതെ കാത്തിരിക്കുക. അവസാനം വരെ കാത്തിരിക്കണവൻ അനുഭവം കിട്ടും, അമ്മയുടെ കരുതൽ കിട്ടും. നീ പരീക്ഷയിൽ പാസ്സാകും. പരീക്ഷയിൽ പാസ്സായി കഴിഞ്ഞാൽ അമ്മയുടെ സ്വന്തമായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ഇത്രയും സമയം തന്നുള്ളൂ, 35 മിനിറ്റാണ്, കുറേ ഉണ്ട്. അടുത്ത പ്രാവശ്യം പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് ഇത്രയും മതി നിങ്ങൾക്ക്.
നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം വരുമ്പോൾ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അവരെ കുറ്റം പറഞ്ഞ്, ഭാര്യ ഭർത്താവിനെ പറഞ്ഞ്, ഭർത്താവ് ഭാര്യയെ പറഞ്ഞ്, അയൽക്കാരെ പറഞ്ഞ്, ചേട്ടനെ പറഞ്ഞ്, മക്കളെ പറഞ്ഞ്, ഇതിൻ്റെ കാരണം അവരാണെന്നൊന്നും പറയാതെ ഇതിൻ്റെ കാരണം ദൈവം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ദൈവം നിനക്ക് മരുഭൂമി അനുഭവം തന്നിരിക്കുക. അതെന്തിനാ? അത് നിൻ്റെ പരീക്ഷയാണ്. നീ വചനം പാലിക്കുക ഇല്ലയാ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വചനം? ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.